നമ്മളിപ്പോൾ സ്റ്റിറോയിഡുകളെ കുറിച്ച് പറഞ്ഞു, ഇത് ലീഗൽ അല്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഫിറ്റ് ആൻഡ് മെറ്റ് അക്കാദമി സാറിൻ്റെ ഇതിലുള്ള ഫിറ്റ് ആൻഡ് മെറ്റ് അക്കാദമിയിൽ സ്റ്റിറോയിഡുകളെ കുറിച്ച് ക്ലാസ് കൊടുക്കുകയും ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഈ ലീഗൽ അല്ലാത്തൊരു കാര്യം ചെയ്യുമ്പം നമുക്കത് കറക്റ്റ് പ്രോപ്പർ ആണോ അല്ലേ? ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം, അതായത് ഫിറ്റ് ആൻഡ് മെറ്റ് നിങ്ങൾ അനബോളിക് സ്റ്റീറോയിഡ്സിന്റെ ക്ലാസ് കൊടുക്കുന്നുണ്ടല്ലോ, അത് പല ഫ്രണ്ട്സും വഴി സ്നേഹ അറിഞ്ഞിട്ടാണ് സ്നേഹനോട് ചോദിച്ചത്. 100% ഞാൻ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ അനബോളിക് സ്റ്റീറോയിഡ്സിന്റെ ക്ലാസ് കൊടുക്കുന്നത്? ഞാൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്ത് നോക്കുക. അതിന്റെ സൈഡ് എഫക്ട്സ് ഓഫ് സ്റ്റീറോയിഡ്സ് എന്നാണ് എന്റെ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്യുന്നത്. അതായത് ഇന്ന് ഈ സ്റ്റീറോയിഡ് ഇൻഡസ്ട്രിയിൽ, അനബോളിക് സ്റ്റീറോയിഡ് ഇൻഡസ്ട്രിയിൽ എന്താണ് പ്രാക്ടീസസ് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പല 99%, ചിലപ്പോൾ എനിക്കറിയത്തില്ല, ഇതിനോടൊപ്പം എനിക്ക് ഒരുപാട് ട്രോളുകളും പ്രശ്നങ്ങളും ഒക്കെ നേരിടാൻ പോകുന്ന ഒരു ഇൻ്റർവ്യൂ കൂടിയാണ്. അതിലേക്കാണ് ഇപ്പോൾ സ്നേഹ എന്നെ കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് കുഴപ്പമില്ല. ഒരുപാട് വധഭീഷണിയൊക്കെ നേരിട്ട ഒരു കേസ് തന്നെയാണ് അനബോളിക് സ്റ്റീറോയിഡ് ഇൻഡസ്ട്രിയുടെ ഈ ഒരു കേസ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനബോളിക് സ്റ്റീറോയിഡ്സിൽ പലപ്പോഴും നിങ്ങൾ കാണാറുണ്ടാവും ഒരു 35 വയസ്സ് അല്ലെങ്കിൽ 32 വയസ്സ്, 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സ്, ഇങ്ങനെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡി ബിൽഡേഴ്സ് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. കഴിഞ്ഞ ദിവസം കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇതിനിടയിലൊക്കെ നിങ്ങൾ പോയി കാണുന്നത് ഒരു RIP എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് ഈ കുത്തിക്കൊടുത്തവൻ വരെ ഇടുന്നത്. അതായത് ഇപ്പൊ ഞാൻ സ്നേഹേനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വെച്ചിട്ട് സ്നേഹം മരിച്ചിട്ട് സ്നേഹയുടെ അങ്ങനെ പറയുന്നതിൽ തെറ്റാണ്. പക്ഷെ ഞാൻ അങ്ങനെ മരിച്ചിട്ട് സ്നേഹയാണ് എനിക്ക് കുത്തി തന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു വലിയ ലൈറ്റ് ബോഡി ബിൽഡറായിട്ട് അവസാനം സ്നേഹം എന്താ ചെയ്യണത്? സ്നേഹം പെട്ടെന്ന് കൈ കഴുകും അല്ലേ? RIP എന്നും പറഞ്ഞിട്ട്. RIP എന്ന് പറയുമ്പോൾ ഈ അനബോളിക് സ്റ്റീറോയിഡ്സ് തോന്നിയ പോലെ ഉപയോഗിക്കുമ്പോൾ, അതായത് 10ാം ക്ലാസ്സോ +2 യോഗ്യതയുള്ള പിള്ളേരാണ് ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം 10ാം ക്ലാസ്സിൽ എന്ത് സയൻസ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ +2 എന്ത് സയൻസ് പഠിച്ചിട്ടുണ്ട്, ഈ സ്റ്റീറോയിഡ് എങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്, ഇത് എന്തൊക്കെ സൈഡ് എഫക്ട്സ് ആണ് ഓരോ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്, പലപ്പോഴും നമ്മുടെ ഡോക്ടേഴ്സിന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഈ നിങ്ങൾ വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് ഈ ബോഡി ബിൽഡറെ കൊണ്ട് ചെല്ലുമ്പോൾ അവിടെ പറയുന്ന കേസ്, ഇവൻ വളരെ ഹെൽത്തിയാണ്, ഇവൻ വളരെ വലിയ ആളാണ്, ഇവൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ പാടില്ലാന്ന് ഡോക്ടേഴ്സ് പോലും പറയുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. നോർമലി അവർക്ക് ഈ അനബോളിക് സ്റ്റീറോയിഡ്സ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള എഫക്റ്റുകൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ക്ലാസ്സാണ് ഈ അനബോളിക് സ്റ്റീറോയിഡ്സിന്റെ സർട്ടിഫിക്കേഷൻസിലൂടെ ഞാൻ കൊടുക്കുന്നത്. എന്തായാലും ചെയ്യും. അപ്പൊ അറിഞ്ഞിട്ട് ചെയ്തോട്ടെ. 100%. അത് തന്നെ ഇവര് ഇപ്പൊ നമ്മളായിട്ട് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി അല്ല ഇത്. അപ്പോൾ പിന്നെ ഇവര് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടെ അവയർനെസ് കൊടുത്താൽ ഇവര് ചിലപ്പോൾ ഒരു പക്ഷേ ആ തെറ്റ് ചെയ്തില്ല. അപ്പൊ ഇവർക്ക് വേണ്ടത് എഡ്യൂക്കേഷനാണ്. ഇന്ന് നമ്മളുടെ ഫിറ്റ്നസ് ഇൻഡസ്ട്രി മൊത്തം എഡ്യൂക്കേഷന്റെ പാതയിലും അവയർനെസിന്റെ പാതയിലും കൂടിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവര് എന്താണ് ഫിറ്റ്നസ് ഇൻഡസ്ട്രി, എന്താണ് പേഴ്സണൽ ട്രെയിനർ, എന്താണ് പേഴ്സണൽ ട്രെയിനിങ് സയൻസ് എന്ന് തിരിച്ചറിയട്ടെ. അതിനോടൊപ്പം തന്നെ ഈ സ്റ്റീറോയിഡ് ഇൻഡസ്ട്രി എന്താണെന്നും ഇവരറിയാതെ ചെയ്തു പോകുന്ന അബദ്ധങ്ങളെ തിരുത്താനായിട്ടുള്ള ഒരു അവസരം അവർക്ക് ഞാൻ കൊടുക്കുന്ന ക്ലാസ്സുകളിലൂടെ കിട്ടാറുണ്ടെന്ന് 100% വിശ്വസിച്ചുകൊണ്ടാണ് ഈ ക്ലാസ് ഞാൻ 10-12 വർഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.